പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ഷാജികുമാർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂവാറിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറ് HSAയുടെ ഒരു ക്ലാസ് തുടങ്ങുന്നു എന്നറിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിനൊരു ആശംസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം 2006 ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ 3 തവണ അതിനു മുമ്പ് സെറ്റ് എഴുതിയതിന് ശേഷം കിട്ടാതായപ്പോഴാണ് പത്രത്തിൽ ഒരു സൗജന്യ 6 ദിവസത്തെ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പാങ്ങോട് തിരുവനന്തപുരത്ത് സാറിൻ്റെ ക്ലാസ്സിന് പോയി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ആ പ്രാവശ്യം 6 ദിവസത്തെ ക്ലാസ്സിൽ തന്നെ എനിക്ക് ആ തവണത്തെ സെറ്റ് കിട്ടി. അതിനുശേഷം ഞാനവിടെ സാറിൻ്റെ HSA ക്ലാസ്സിന് ചേർന്നു. 2009 എഴുതിയ HSA 2010 റിസൾട്ട് വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ 6ാം റാങ്കോടുകൂടി എനിക്ക് നെയ്യാർ ഡാം സ്കൂളിൽ ജോലി കിട്ടി. അതിനുശേഷം വീണ്ടും ഞാൻ 2013 നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോയി. അങ്ങനെ 2015 ഹയർ സെക്കൻഡറി ജൂനിയറായിട്ട് കയറി. തിരുവനന്തപുരം SME ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. പിന്നെ 2019 സീനിയറായി കണ്ണൂർ പോയി 5 വർഷം. ഇപ്പോൾ ഇതാ 2024 ഫെബ്രുവരി മാസം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂവാറിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ ഒരു പഠിപ്പിപ്പിൻ്റെ രീതിയാണ്. കാരണം നമുക്ക് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ഒത്തിരി സമയമെടുക്കും ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ 10 മിനിറ്റോളം എടുക്കുന്ന ചോദ്യങ്ങൾ 1 മിനിറ്റിന് താഴെയുള്ള സമയം കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ടെക്നിക്സുകൾ സാറ് പറഞ്ഞു തരും. ഒപ്പം അതിൻ്റെ യഥാർത്ഥ വഴിയും പറഞ്ഞു തരും. അതാണ് ഗോപാലകൃഷ്ണ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. പിന്നെ സാറ് വഴക്ക് പറയുന്നത് ചിലപ്പോൾ വളരെ ദേഷ്യത്തിലൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ അത് നമ്മളെ സബ്ജക്റ്റ് മനസ്സിലാക്കിക്കാനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് സാറിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, കേരളത്തിലെ ഇന്ന് ഹയർ സെക്കൻഡറി മേഖലയിൽ പുതുതായി ജോയിൻ ചെയ്യുന്നതിൽ പകുതിയിൽ കൂടുതൽ ആളുകളും സാറിൻ്റെ വിദ്യാർത്ഥിനികളാണ്. അതുകൊണ്ട് വീണ്ടും സാർ HSA ക്ലാസ് തുടങ്ങുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. സാറിന് എല്ലാവിധ ആശംസകളും. ഒരു പക്ഷേ സാറിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ HSA ആകത്തുമില്ല, ഹയർ സെക്കൻഡറിയിലൊന്നും ജോയിൻ ചെയ്യാനും പോകുന്നില്ല. എല്ലാവിധ ആശംസകളും.